ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാപ്പുച്ചിനോന്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. കാപ്പുച്ചിനോ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 3 ടേബിൾ സ്പൂൺ കോഫി പൗഡർ. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെസ്കഫേന്റെയോ അല്ലെങ്കിൽ ബ്രൂവിന്റെയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാട്ടിലെ നമുക്ക് കിട്ടുന്ന അങ്ങനെ പൊടിച്ചെടുക്കുന്ന ടൈപ്പ് ഒന്നും എടുക്കരുത്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളവും നമുക്ക് വേണം. ഇത് മൂന്നും ഒരേ മെഷർമെന്റിലായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ 3 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഷുഗറും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളവും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം ഒരേ മെഷർമെന്റിലാണ് എടുക്കേണ്ടത്. മെഷർമെന്റ് തെറ്റിപ്പോവരുത്. അപ്പൊ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ഒരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ബീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്കോ അതുപോലെ തന്നെ സ്പൂണോ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യാം. പക്ഷെ കുറെ ടൈം എടുക്കുന്ന കാരണമാണ് ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇങ്ങനെ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിന് 1 ടേബിൾ സ്പൂൺ ക്രീം മാറ്റി വെക്കാം. ഇത് ഇനിയും ബീറ്റ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യേണ്ട പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെക്കുന്നത്. 1 ടേബിൾ സ്പൂൺ. നമുക്ക് ഇനിയും നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാണ്ട് ഇതിനൊരു കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാറില്ലേ, ആ ഒരു സ്റ്റിഫ്നെസ്സോട് കൂടിയിട്ട് ഇത് കിട്ടണം. അപ്പൊ ഇനി നമുക്ക് ബീറ്റ് നമ്മളിപ്പോ ആവശ്യത്തിന് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ആക്കിയാലും ഇത് താഴെ പോകുന്നില്ല. അതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ക്രീം നമുക്കൊരു 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാം. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി. അപ്പൊ നമുക്കിനി കാപ്പുച്ചിനോ തയ്യാറാക്കി എടുക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ ഒരു കപ്പ് എടുക്കാം. നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് തിളപ്പിച്ച് വെച്ച പാല് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ വേണം പാല് തിളപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് 1 കപ്പ് 250 ml കപ്പിൽ പാല് തിളപ്പിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലത്തെ മധുരമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാല് തിളയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സ് ഉണ്ടല്ലോ, അതൊരു 3 ഡോട്ട്സ് ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വേറൊരു ഡിസൈൻ പരിചയപ്പെടാം. അങ്ങനെ നമ്മുടെ ക്രീമി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള കാപ്പുച്ചിനോ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.